നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യർ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ അവരുടെ 117 ജന്മവാർഷിക ദിനമാണ്. ആ അന്തരിച്ച മഹാത്മാവിൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് അത് കരിമൾ ഭാഗത്ത് നിന്ന് 14 വയസ്സൊരു മുസ്ലിം പെൺകുട്ടി മിസ്സായിരിക്കണം. ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് വിവരം അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. തൊട്ടടുത്തുള്ള നമ്മുടെ ആലുവ പെരുമ്പാവൂർ കൊല്ലം ട്രാവൻകൂർ റേവൺസ്, ആ ട്രാവൻകൂർ റേവൺസ് കമ്പനി MCM ചിദംബരം ചെട്ടിയാരാണ് തുടങ്ങിയത്. അദ്ദേഹം അതിനുശേഷം വിമാനാപകടത്തിൽ മരിച്ചു. 48 തുടങ്ങിയതിൻ്റെ അറിവ്. അതുപോലെയുള്ള കമ്പനി ബ്രിട്ടിൽ നിന്ന് കോട്ട് ചെയ്തതിൽ പകർത്തിയിട്ടാണ് ഇവിടെ റയോൺ പട്ട്, കൃത്രിമ പട്ടുണ്ടാക്കിയത്. അവിടേക്ക് ജോലി ചെയ്യുന്ന ബ്രിട്ടനിലേക്ക് അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് 5 വർഷമാണ് ജോലി കൊടുക്കുള്ളൂ. അത് ഭയങ്കര ആനുകൂല്യമുണ്ട്. അത്ര ആരോഗ്യത്തിന് മോശമായൊരു കമ്പനിയാണ് തന്നത്. ഇവിടെ 5 വർഷം കേരളത്തിൽ 50 വർഷം വരെ കൃത്യമായ ഡേറ്റ് കാണിച്ച് പണിയെടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് അസുഖം, പ്രത്യേക ക്യാൻസർ മരിച്ചിട്ടുണ്ട്. ഇതോടെ അത് പൂട്ടിപ്പോയി. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ടാറ്റ കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2ാമത്തെ പ്ലാസ്റ്റിക് സർജറി യൂണിറ്റുള്ള കമ്പനി ഒരു ആശുപത്രിയായിരുന്നു റയൺപുരം MCM ചിദംബരം ചെട്ടിയാർ മെമ്മോറിയൽ ആശുപത്രി. അവരെ ലൈറ്റും അന്നത്തെ നിയോൺ ബൾബും ഒക്കെ വലിയ പുതുമയായിരുന്നു. 50 ബെഡുള്ളൊരു, അത് വേറെ കമ്പനിക്ക് കൊടുത്ത് അവസരം അതൊക്കെ നിർത്തി പൊളിഞ്ഞു പോയി. ഇത് നമ്മുടെ ശ്രദ്ധ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നാട്ടിൽ വരേണ്ട ചില വ്യവസായങ്ങൾ ഇല്ലാതാവുകയും ഉള്ള വ്യവസായങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നത് നമ്മുടെ കഴിവുകേടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. മറ്റൊന്ന്, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഈ ഇറാൻ ഇത്രയും ശക്തമാണെന്ന് ആർക്കെങ്കിലും അറിയായിരുന്നു? അമേരിക്ക ഒരു വിമാനവായു കപ്പൽ തകർത്തുണ്ട്. അങ്ങനെ ഒരു കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഗൾഫുകാർ, മണ്ടന്മാരായ ഗൾഫുകാർ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ഇപ്പോഴും ഇസ്രായേലിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്പാന്ന് പറയും, ജഗതിയുടെ ഭാഷ നമ്പുന്നത്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഈ വീട്ടുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കയ്യിൽ പോയാൽ ഇറാന് നിങ്ങൾക്ക് വശത്താക്കാൻ ഒരു പ്രയാസമില്ല. അമേരിക്കയുടെ യുദ്ധ മേഖലകളെല്ലാം തകർത്ത് ഗൾഫ് നാടുന്നത് അവിടേക്ക് ഒരു സ്വതന്ത്രമായ ജനാധിപത്യ സമ്പ്രദായം വരട്ടെ. ഈ മേലാളന്മാരും സുഖലോലുവരൊക്കെ മാറി നിൽക്കട്ടെ. കാരണം 2ാം ലോക മഹായുദ്ധ ശേഷം വർഷത്തെ 45, 55, 75, 80 വർഷമായിട്ട് ഒരു കളിത്തോക്കിലുണ്ടാക്കാൻ ഈ അറബികളെ കൊണ്ട്, ഈ ഗൾഫ് അറബികളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? കള്ളന്മാർ. എന്നിട്ട് ഇപ്പോൾ ഇസ്രായേലിന് തുറന്നു കൊടുത്തേക്കാണ്. ആ ഗസയിലെ കുഞ്ഞുമക്കളുടെ നിലവിളി നിങ്ങളുടെ ചെവിയിൽ എത്തറില്ല. നിങ്ങൾക്ക് പെണ്ണ് പിടിച്ചും വ്യഭിചരിച്ചും സുഖലോലുമായി നടന്നാൽ മതിയല്ലോ. വെറുതെ കിട്ടുന്ന പണമല്ലേ, സർക്കാർ അള്ളാഹു കൊടുത്ത ഞാമത്തല്ലേ. അതിനൊക്കെ തിരിച്ചടി ഉണ്ടാവുമെന്ന് ആമുഖമായിട്ട് ഞാൻ പറയണം. മറ്റൊന്ന്, കേരളത്തിലേക്ക് വന്നാൽ അമിതമായ കോൺഗ്രസിൻ്റെ വിശ്വാസം 100, 110, 130, ചില 140 കൂടുതൽ കിട്ടുന്ന ചില ഏജൻസികൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു UDF തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ വസ്തുനിഷ്ഠമായിട്ട് കേരള രാഷ്ട്രീയം കുറേ വർഷങ്ങളായി തുടർച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത്, അങ്ങനെ ഒരു തരംഗം, UDF തരംഗമൊന്നും കേരളം ഉണ്ടായിട്ടില്ല. അതുപോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ഉണ്ടായി എന്ന് പറയുന്നത് അത് സത്യമാണ്. പിണറായി വിജയനോട് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു എതിർപ്പും ഉണ്ട്. അതിൻ്റെ പേരിൽ കുറേ സീറ്റുകൾ കുറയാം. അങ്ങനെ കുറഞ്ഞാലും 98 27 കുറഞ്ഞാലും അവർക്ക് 70 സീറ്റിട്ടും ഭരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ അതുകൊണ്ട്
അമിതമായ വിശ്വാസം കോൺഗ്രസിനോ യു ഡി എഫിനോ വേണ്ട. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുക, കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ കോൺഗ്രസിനെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിനെങ്കിലും ഒരൊറ്റ ബുദ്ധിജീവിയില്ലെന്ന് ഞാൻ പറയും, ഒരൊറ്റ രാഷ്ട്രമീമാംസ എന്ന് പറയും, ഒറ്റ ശാസ്ത്രീയ ചിന്താഗതിയുള്ള ആളില്ലെന്ന് പറയും, ഒറ്റ ഫിലോസഫി ഇല്ലെന്ന് പറയും. എന്തുകൊണ്ടാണ് അറിയോ? ലളിതമായി ബുദ്ധം പറയും. പെരുമ്പാവൂർക്കാരി ഒരു സ്ത്രീ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സ്ത്രീ അല്പം സ്ത്രീയുടെ അമ്മ പരോപകാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ സ്ത്രീയെ മദ്രാസ് ചെന്ന് അത് ചില ചാൻസ് കിട്ടി അങ്ങനെ വന്ന് അവിടെ സുധീരൻ, സിനിമയുടെ സുധീർ അത് വിദ്യാഭ്യാസങ്ങൾ കോഴിക്കോട്ടുകാരെന്നാണ് എൻ്റെ ഓർമ്മ, കൊടുങ്ങൂരില്ല വന്ന് ഇവരുടെ ആശ്രയത്തിൽ പെട്ടുപോയി. പിന്നെ അവിടുന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം സിനിമ ചാൻസ് കിട്ടിയില്ല, വെള്ളത്തിനൊക്കെ അടിപ്പെട്ട് നശിച്ച് അവസാനം പഴയ വീട് പൊളിച്ച് വിൽക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് 5-6 വർഷവും മരിച്ചു പോയി. അപ്പോൾ ആ സ്ത്രീയുടെ കെയർ ഓഫിൽ വന്നതിൻ്റെ പേരിൽ ഒരിക്കലും അവർക്ക് സുധീറിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അതിനകത്ത് ഒരു ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ പത്രത്തിൽ പറഞ്ഞ അഭിമുഖം കോട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ വനിതാ നടിമാളും കിടക്കർ പങ്കിട്ടതൊക്കെയാണ്. എൻ്റെ ആലപ്പി അഷ്റഫ്, നിങ്ങൾ ചില കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രശ്നമാണ്. അത് അഹങ്കാരം കൊണ്ട് പറയാറില്ല, അങ്ങനെയാണ് സംഭവിച്ചത്, വേറെ തുടങ്ങിയിട്ടില്ല. അതുപോലെയാണ് ഈ മരിച്ചുപോയ അല്പമൊക്കെ മോശം സ്വഭാവമൊക്കെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെയൊക്കെ വാക്കിട്ട് നിങ്ങൾ ഈ സിനിമ ഇപ്പം നിലവിലുള്ള എല്ലാ സിനിമാ നടികളെയും അങ്ങനെ കൊച്ചാക്കുന്ന അല്ലെങ്കിൽ തകർത്ത് കളക്കുന്ന പരിപാടി വേണ്ട അഷ്റഫേ. അല്ലാതെ എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്, കുറേയൊക്കെ ശരിയാണല്ലോ, അത് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഈ സിനിമയുടെ പേര് പറയാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പെട്ടുപോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂണിറ്റിനെ ഒരിക്കലെങ്കിലും അതിൽ നിന്ന് മുക്തമാക്കണമെന്ന് ഈ നായർ കോൺഗ്രസോ ക്രിസ്ത്യൻ കോൺഗ്രസോ ശ്രമിക്കുന്നുണ്ടോ? ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വ്യക്തിപരമായിട്ട് ചില നേട്ടം ഉണ്ടാക്കാനല്ലാതെ അല്ല ഈ ഒരു കാര്യം പറയുന്നില്ല. കാരണം 21% 80% LDF പോയതുകൊണ്ട് അവർ വരുന്നില്ല. ശങ്കറിന് ശേഷം ആരും മുഖ്യമന്ത്രിയായിട്ടില്ല. ഏത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റില്ല. അപ്പം അങ്ങനെ ഒരു അധികം പറയുന്നില്ല. ബാക്കി 8-9% നായർക്കും 10% ക്രിസ്ത്യാനികൾക്കും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ലീഗിനെ കൂടെ നിർത്തി ലീഗിൻ്റെ കെയർ ഓഫ് ഉപയോഗിക്കണം. ഒന്ന് നായർ കോൺഗ്രസ് പോണ്ട് ക്രിസ്ത്യൻ കോൺഗ്രസ്, നിങ്ങൾ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരം വന്നില്ലേ കേരളത്തിൽ? ഒരു മുസ്ലിമിലെ മുഖ്യമന്ത്രിയാക്കൾ എല്ലാ സാഹചര്യവും വന്നു കഴിഞ്ഞു. അപ്പോഴത്തെ മനസ്സിലാക്കുക. ഞാൻ എന്തായാലും കുഞ്ഞാലിക്കുട്ടി കാര്യം പോയിട്ട് പറഞ്ഞാൽ ആ മുസ്ലിം ലീഗിൻ്റെ തന്ത്രം കണ്ടോ? പെട്ടെന്ന് ഒരു സതീശ് പിന്തുണ ഒരു ആപത്ത് മണക്കുന്നുണ്ട്. ആപത്തെന്നറിയോ? ഒരു പക്ഷേ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ലീഗിൻ്റെ ചിറകൊടിഞ്ഞ് അങ്ങനെ ലീഗിൻ്റെ ചിറകൊടിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. പക്ഷേ ലീഗിൻ്റെ കെയർ ഓഫിൽ നിന്ന് കോൺഗ്രസ് മാറണം. അത് മാറണമെങ്കിൽ ശക്തനായ ഒരു മുസ്ലിം നേതാവിനെ കൊണ്ടുവരും കോൺഗ്രസിലേക്ക്. അതിപ്പോൾ ഏതാണ്ട് ഷാഫി പറമ്പിൽ, ഞാൻ ഷാഫി പറമ്പിലെ ആളൊന്നുമല്ല, ഈ ഷാഫി പറമ്പിൽ ഏതാണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ഫിറ്റാണ്. അങ്ങനെ ഷാഫി പറമ്പിൽ ആക്കണമെന്ന് ചില കോണിൽ നിന്ന് നിലവിളി അല്ലെങ്കിൽ പ്രചാരം വന്നപ്പോൾ സതീശനും ലീഗും ഒക്കെ പെട്ടെന്ന് തീരുമാനം എടുത്തല്ലോ അങ്ങനെ സതീശനാക്കുന്നത്. അതിൻ്റെ അപകടം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് സതീശനെ കൂടാതെ കോൺഗ്രസ് നേതാക്കൾക്കോ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയുന്നത് മുസ്ലിം ലീഗോട് വിരോധം ഉണ്ടായിട്ടാണോ? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ നിന്ന് മാറണം. മുസ്ലിം ലീഗ് നിങ്ങളൊരു ഘടകകക്ഷിയാക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പബ്ലിക് ധരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അണ്ടറിലാണ് കോൺഗ്രസ്. അത് മാറ്റണം. അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഉദാഹരണമല്ലോ. ദ മാസ്റ്റർ ടോട്ട് ലാറ്റിൻ ടു ജോൺ ഉണ്ട്. എന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കാന്നാണ്. മറ്റത് മാസ്റ്റർ ടോട്ട് ലാറ്റിൻ ടു ജോൺ, അത് ജോണിന് ലാറ്റിൻ ഭാഷ പഠിപ്പിക്കുന്നു. ഒന്ന് ലാറ്റിൻ ഭാഷയുടെ പ്രാധാന്യമെങ്കിൽ മറ്റു ജോണിനാണ് പ്രാധാന്യം. ഇവിടെ മുസ്ലിം ലീഗിന് ആണ് പ്രാധാന്യം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കള്ളന്മാരെ, ഞാൻ പറയും കള്ളന്മാരെ, ബുദ്ധിയില്ലാത്ത സൂര്യരെ കോൺഗ്രസ് തകർന്നു പോകും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വന്ന് നിങ്ങൾ എത്ര സീറ്റ് കിട്ടി? 21 സീറ്റാണ് കിട്ടിയത്. എത്ര സീറ്റിൽ മത്സരിച്ചു? ഇപ്പോൾ 50 സീറ്റൊക്കെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. 50 സീറ്റ്. ഇപ്പോൾ നിങ്ങൾ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയില്ലാത്ത. കാരണം ലീഗിന് 10, 18, 19 മാക്സിമം 20 സീറ്റ് കിട്ടിയേക്കുക. ബാക്കി 51 സീറ്റ് വേണ്ടേ?
ജോസഫ് ഗ്രൂപ്പിന് 6 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്. എവിടെ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. 6 സ്പീക്കറൊക്കെ അല്ല ചെല്ലോ 5 6 സീറ്റ് ആകിട്ടേക്കും. അപ്പോൾ 20 ആയി 26 പോയാൽ ബാക്കി എത്ര വേണം? 26 40 66 5 45 സീറ്റ്. 45 സീറ്റ് മിനിമം കോൺഗ്രസ് കിട്ടിയാൽ മാത്രമേ ഒരു പക്ഷേ ഭരിക്കാനുള്ള 72 സീറ്റിലെത്തുള്ളൂ. ആ 42 സീറ്റ് കോൺഗ്രസ് കിട്ടുന്ന ഉറപ്പുണ്ടോ? 21 സീറ്റ് കഴിച്ച് ബാക്കി 25 സീറ്റ് കൂടി പിടിച്ചെടുക്കണ്ടേ? ആരെന്ന് പിടിച്ചെടുക്കണേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, LDF കയ്യിൽ നിന്ന്. LDF ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കേന്ദ്രം മുഴുവൻ, സ്റ്റേറ്റ് ഗവൺമെൻറ് മുഴുവൻ, സംഘ് പരിവാർ മുഴുവൻ, ക്രിസക്കി മുഴുവൻ, കാസ മുഴുവൻ. പിന്നെ ഈ കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻസിൽ ഒരു വിഭാഗം, നിഷ്പക്ഷ ഒരു വിഭാഗം LDF സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരായിക്കോട്ടെ. ഇത്ര സംഘടിത ശക്തിയുടെ മുൻപിൽ കോൺഗ്രസ് വരെ നിങ്ങൾക്ക് 100 110 120 സീറ്റ് കിട്ടുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ കോൺഗ്രസ് UDF വരണമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ കരുക്കളും ഞങ്ങൾ നീക്കിയിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങൾ 3 മുസ്ലിങ്ങളിൽ 97% UDF വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു 10-72 സീറ്റ് കിട്ടി ഭരിക്കാനുള്ള എല്ലാ സാധ്യതയും 99% ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷയില്ല. പക്ഷെ അതൊന്നും ഇല്ലാതെ സതീശൻ്റെയൊക്കെ പ്രഖ്യാപനം എന്താണ് പറയുന്നത്, ശരീരശേഷിയൊക്കെ ശരീരപ്രകൃതിയെ കാണുമ്പോഴേ എങ്ങാണ്ട് ഒരു UDFൻ്റെ ഒരു മഹാതരംഗം കേരളത്തിലുണ്ട്. അതിൽ സതീശന് മഹാതരംഗമുണ്ട്. ഒരു തരംഗം ഒരു കോപ്പിലിടും. ഇപ്പോൾ 4-5 ഇന്നിപ്പത്തിനാണ് 30 4-3-4 ദിവസം അറിയാം. അപ്പോൾ അറിയാം മൊയ്തീൻ ഷാ ഗ്രൂപ്പ് പറഞ്ഞെന്താന്ന്. കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാകണമെങ്കിൽ നിങ്ങൾ മുസ്ലിം നേതാവിനെ വളർത്തിക്കൊണ്ടുവരണം. ഒരു മുസ്ലിം നേതാവിനെ കോൺഗ്രസ്സിന് വളർത്തിയെടുക്കാത്ത കാലം നിങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ അണ്ടറിൽ പോരാൻ പറ്റില്ല. അങ്ങനെ വളർത്തിയെടുക്കാൻ മുസ്ലിം ലീഗ് സമ്മതിക്കില്ല. മുസ്ലിം ലീഗ് ബുദ്ധിയില്ലാത്തതുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് അവർക്ക് വ്യാപാര ബുദ്ധിയാണ്. അങ്ങനെ ലൈൻ പ്രശ്നം കണ്ടപ്പോൾ ഉടനെ കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചു സതീഷ് വിരുന്ന് കൊടുക്കുക. ഇന്നത്തെ വാർത്ത ശരിയാണെങ്കിൽ സതീഷ് വിരുന്ന് കൊടുത്തു കഴിഞ്ഞു. ലീഗ് സതീഷ് വിരുന്ന് കൊടുത്താൽ പിന്നെ അവിടെ കേന്ദ്ര കോൺഗ്രസ് ഒന്നും എതിർക്കാൻ സാധ്യതയില്ല, എതിർത്തിട്ട് കാര്യമില്ല. അവർ മുസ്ലിം ലീഗ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഈ കോൺഗ്രസ്, ഞാൻ ഈ കള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആ അപകടം മനസ്സിലായില്ലല്ലോ. സതീഷ് മുഖ്യമന്ത്രിയാണ്, വെൽറ്റുടും എന്ത് പഠിക്കല അധികാരമായി, പവറായി, പണായി, സൗന്ദര്യമായി, പെണ്ണായി, പെടപ്പോയി എന്ന് പറയുമ്പോൾ എല്ലാം ആയി. പാർട്ടി നിലനിൽക്കട്ടെ, പാർട്ടി വളരണ്ടേ. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂണിറ്റിന് കഴിഞ്ഞ അസംബ്ലി കിട്ടിയ എത്ര സീറ്റ്? 21 സീറ്റല്ലേ. നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിച്ച്? 10-60 സീറ്റിലായിട്ട് മത്സരിക്കുന്നത്. കിട്ടിയ 60 അധികം മത്സരിക്കാനും പാലക്കാട് മുതൽ കാസർഗോഡ് 65 സീറ്റിൽ മത്സരിച്ചിട്ട് അതുകൂടെ ഇപ്പോഴത്തെ മത്സരിച്ചു 10 100ഓളം സീറ്റിൽ മത്സരിച്ചാണോ? അല്ലെങ്കിൽ 150 സീറ്റിലല്ലോ. 100ഓളം സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ മത്സരിച്ചിട്ട് കിട്ടിയത് 21 സീറ്റാണ്. 100 സീറ്റ് ബീഹാർ മത്സരിച്ച് 22 സീറ്റ് കിട്ടിയല്ലേ, 4-1 സീറ്റാണ്. ആ 4-1 സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഇപ്പം 4-3/4 കിട്ടുന്നത് എന്തടിസ്ഥാനം? ദിവാസ്വപ്നല്ലേ, ദിവാസ്വപ്നം. ഞാൻ വീണ്ടും എനിക്ക് സതീശോടോ കോൺഗ്രസോ യാതൊരു എതിർപ്പുമില്ല. അവർ വളർന്നു തന്നെയാണ്, UDF അധികാരത്തിൽ വരുന്നത് തന്നെയാണ്, മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഈ ചിന്ത വച്ചാൽ അവസാനം ഞാൻ പറയും, മരം അറിയാതെ കൊടിയിട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മരത്തെ കൊണ്ടുവന്ന് വലിയ കൊടിയിട്ടാൽ മരം ഉണങ്ങുമ്പോൾ അതിലുള്ള കൊടിയും ഉണങ്ങും. ഇപ്പോൾ കോൺഗ്രസ് നശിച്ചാൽ, കോൺഗ്രസ് ശക്തി ചുരുക്കിയാൽ ലീഗുകാരെ നിങ്ങൾ നശിക്കും. നിങ്ങൾ ആഘോഷിക്കാൻ വേണ്ട. കേരള ജനസംഖ്യയിൽ 1,20,00,000 മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൽ 20-25 ലക്ഷം മുസ്ലിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഈ മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 95 ലക്ഷം ഏതാണ്ട് നല്ല 3 ഭാഗത്ത് പുറത്ത് കിടക്കുകയാണ്. അവർ കോൺഗ്രസ്സിൽ കാണുന്നില്ല. കോൺഗ്രസ്സുകാർ തങ്ങളെ കുഞ്ഞാക്കനെ മാത്രം മുസ്ലിങ്ങളിൽ കാണുന്നുള്ളൂ. അത് രണ്ടുണ്ടെങ്കിൽ 5000 രൂപയും ഗോവലുണ്ടെങ്കിൽ ഏത് ആളും കൊല്ലാന്ന് പെട്ട ആരോ പറഞ്ഞ പോലെ മണ്ണൂർ ഗോവിന്ദൻ
മള്ളൂർ ഗോവിന്ദും 5000 രൂപ ആരെ കൊല്ലാന്ന് പറഞ്ഞു. എന്തറിയോ, ഒരാളെ കൊലക്കേസ് ഏറ്റെടുത്ത് അയാൾ പോലീസ് പിടിച്ച് തോക്കി പിടിച്ചിട്ട് ആ ഉണ്ട എടുത്ത് അവസാനം കോടതി വാദിക്കാൻ കാലത്ത് അവിടെ കൊണ്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ ഇയാൾ എടുത്ത് ഇങ്ങനെ പിടിച്ചു വെച്ച്. അപ്പോൾ ഇയാളുടെ തലയിൽ നല്ല ഇപ്പി പോലെയുള്ള മുടിയിൽ വേറൊരു വലിയ ഗുണ്ട ഉണ്ടായത്. ഇയാൾ ഇതെടുത്ത് പിടിക്കും അവസാനം തലയൊറി രണ്ടു തലയൊറിപ്പോയിട്ട് ഈ ഒറിജിനൽ ഗുണ്ട അവിടെ വെച്ചിട്ട് കയ്യിലെടുത്ത് എല്ലാം കഴിഞ്ഞ അവസ്ഥ. ശരി, നമുക്ക് ഈ ഉണ്ടൊന്ന് ഇട്ട് നോക്കാതെ. ആ ഉണ്ട കൊടുത്ത് നോക്കി കിടക്കാതെ കൊണ്ടിട്ട് എങ്ങനെ കൊന്നിടുമെന്ന് കോടതി തെളിയിച്ച് അയാൾ പുറത്തു വിട്, കൊലക്കേസ് പുറത്താക്കി. അതാണ് മള്ളൂർ ഗോവിന്ദനും 5000 രൂപ ആരും കൊല്ലാത്ത പഴയ. ഇത് 10-8 വർഷം മുമ്പുള്ള കാര്യപ്പത്. അതുപോലെ തങ്ങൾ കുഞ്ഞാക്കായി ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യം ഉറപ്പാക്കിയെന്ന് ധരിക്കുന്ന മണ്ടത്തേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ചിന്തയെക്കുറിച്ച് നിഷ്ഠൂരമാണ്, നികൃഷ്ടമാണ്, നിഷ്കരണമാണ്. എന്താണ് നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരണവുമാണ് കാര്യമാണ്. അത് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. സതീഷ് മനസ്സിലാകൂല്ലോ. സതീഷിനെല്ലാം മനസ്സിലാവും. ആൾ വേന്ദ്രൻ്റെ പക്ഷെ പുറത്തു പറയില്ല. എന്താ പറയുന്നറിയോ, നമ്മുടെ ശാസ്ത്രി താഷ്കന്റ് കിടന്ന് മരിച്ചില്ലേ, അട്ടിമറിഞ്ഞ സത്യമാണ്. ഇന്ത്യയിലേക്ക് വേണം കയറാൻ വേണ്ടിയാണ്. അന്ന് 25 വർഷം കഴിഞ്ഞാണ് KGB എന്ന് പറയുന്നത്. KGB റഷ്യയുടെ ചാരന്മാരാ. KGB പറഞ്ഞാൽ അവിടെ CI ചാരന്മാരുണ്ടായിരുന്നു. അവിടെ ആ മുറിക്കകത്ത് ചെറിയ ഞെരുക്കൊക്കെ ഇട്ടു. പക്ഷെ ഞങ്ങൾക്ക് മിണ്ടപ്പല്ല. ഞങ്ങൾ തൊട്ടപ്പുറത്തെ മുറിയിൽ CIക്കാരുണ്ട്, അമേരിക്കൻ ചാരൻ സംഘമുണ്ട്. അവരെ ന്യൂസ് അറിയാൻ വേണ്ടി പതുങ്ങിക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നറിയില്ലേ. അവിടെ പറഞ്ഞാൽ 25 വർഷം കഴിഞ്ഞ് അവർ പറഞ്ഞത്. അവർ സതീഷ് ഇതൊക്കെ മനസ്സിലാവും. സതീഷ് നിസ്സാരക്കാരൊന്നുമല്ല, അഗ്രഗണ്യം തന്നെയാണ്. ആ സതീശന് മുഖ്യമന്ത്രിയാക്കാം. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമില്ല. പാർട്ടിക്ക് ഗുണമുണ്ടാകണമെങ്കിൽ മണ്ടന്മാരെ കോൺഗ്രസ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു മുസ്ലിം ലീഡറെ കൊണ്ടുവന്ന് നിങ്ങൾ കോൺഗ്രസ് ഒരു മുസ്ലിം ലീഡറെ കൊണ്ടുവന്നാൽ മാത്രമേ മുസ്ലിം ലീഗിൻ്റെ പിടുത്തം വിടുകയുള്ളൂ. അത് മുസ്ലിം സമ്മതിക്കില്ല. അങ്ങനെ പെരുമ്പാർക്കാരി ആ നടിയുടെ പുറകെ ചെന്ന സുധീരൻ നശിച്ചു പോയതുപോലെ ഈ മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ നശിക്കും. കോൺഗ്രസ് നശിക്കുമ്പോൾ ലീഗിന് രക്ഷിക്കാൻ പറ്റുമത്. അത് മനസ്സിലാക്കുക. ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും കേരളത്തിൽ ഇന്ത്യയിലും ഇല്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലാക്കി ഈ കാര്യം പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ സതീശനും ഒക്കെ വേണുഗോപാലിനും രാഹുൽ ഗാന്ധി എങ്ങനെയാണോ BJPയുടെ കയ്യിൽ നിങ്ങൾ അധികാരം പിടിച്ചെടുക്കുന്നത് ചോദിക്കുകയാണ്. മനോരമ പോലെ നേരെ ചോദിക്കും, ചൊവ്വ ഉത്തരം പറയും. നേരെ ചോദിക്കും, ഉത്തരം പറയും. ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾ പിടിച്ചെടുക്കും? നിങ്ങളുടെ ഒരു കാലം നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. കണ്ടില്ല. കാരണം ആസാമിൽ അവരുടെ കയ്യിലാണല്ലോ. പശ്ചിമ ബംഗാളും ഏതാണ്ട് കിട്ടിയിലും മറ്റാണ്, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പാണ്. അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? BJP ഒഴിച്ചുള്ള എല്ലാവരും കൂടെ നിർത്തണം. ആ ഒരു ബുദ്ധിയൊന്നും ഉണ്ടാകണമെങ്കിൽ അത് ജന്മനെ കിട്ടും, അല്ലാതെ ബുദ്ധി ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല. ഗാർഗക്കോ ഈ രാഹുലിനോ ആ ഒരു ബുദ്ധിയുണ്ടോ? ആ ഒരു ചിന്താഗതി ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞല്ല, അനുഭവത്തോട് പറയാണ്. നമ്മുടെ ജയപ്രകാശ് നാരായൺജി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് അന്ന് പുള്ളി 2 പോയിന്റ് ഞാൻ വീണ്ടും പറഞ്ഞു. ഈ മണ്ടന്മാർക്ക് എത്ര ഘട്ടം മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, ഈ ജനതാ പാർട്ടിയിൽ കോൺഗ്രസ് വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ആലുവിൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ NAKG മറ്റേ RSS ഒക്കെ ഒരേ ക്യാമ്പിൽ ഒരേ മുറിയിൽ ജയിലിൽ കിടന്നത്. ഇനി ഞാൻ ഒരു സ്ഥാനം വഹിക്കില്ല, ഞാൻ നിഷ്പക്ഷ നിൽക്കും. ഈ 2 പോയിന്റ് ഏറ്റവും വലിയ പോയിന്റില്ലേ, ബുദ്ധിരാഷ്ട്രമല്ലേ? അത് ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഏതെങ്കിലും പാർട്ടി മനസ്സിലാകുന്നുണ്ടോ? കാരണം അവർക്ക് ഉള്ളിൽ കുറേ പേർക്കെങ്കിലും BJP താഴെ ആഗ്രഹം. എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരായിക്കോട്ടെ. ഞാൻ പരിതാപകരമായൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ മാനവകുലമേ, ഇന്നാണ് ബ്രിട്ടീഷുകാർ വേണമെങ്കിൽ എല്ലാവരും യോജിച്ചെന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുമോ? ഇല്ല. അന്നത്തെ നേതാക്കന്മാർ 10,000 നേതാക്കന്മാരുടെ ജീവനും സമ്പത്തും എല്ലാം നശിപ്പിച്ച് വളർത്തിയെടുത്ത് പ്രസ്ഥാനം വളർന്ന് അവസാനം ബ്രിട്ടീഷുകാർ ഇട്ടുകൊണ്ട് പോയി. ഇന്നാണ് ബ്രിട്ടീഷ് പോലെ ഒരു കയ്യേറിയെങ്കിൽ ഒരു ചൈന വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അമേരിക്ക വന്നിരിക്കട്ടെ, അവർ പുറത്താക്കാൻ ഒരിക്കലും നടക്കില്ല. കാരണം ഇവിടുത്തെ യോജിപ്പുണ്ടാവില്ല. അവിടെ ജാതി മതവും പറയും.
അന്ന് ജാതിമത ഗോൾവാക്ക് പറഞ്ഞു. പക്ഷേ അന്നത്തെ ജനത സ്വീകരിച്ചില്ല. എത്ര പ്രാവശ്യം ഇപ്പോൾ RSSൻ്റെ നേതാവ് എത്ര പ്രാവശ്യം അത് സത്യവാങ്മൂലം കൊടുത്ത് ബ്രിട്ടീഷുകാർ കൊടുത്താണ്, സങ്കടപ്പെട്ട് അറിഞ്ഞു കൊടുത്താണ് പുറത്തൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് സത്യവാങ്മൂലം കൊടുത്ത് രേഖയുണ്ടത്. പ്രവർത്തിക്കാൻ വന്ന ഹിന്ദു സഹോദരങ്ങളോട് ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ബ്രിട്ടീഷ് നിൽക്കുന്നത്, നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കെതിരെ നിൽക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചു പോയ ആൾക്കാരാണ്. അവരുടെ ഇന്ന് രാജ്യം ഭരിക്കുന്നത്. എന്നിട്ട് പറയാണ് ചില ന്യൂനപക്ഷ പാർട്ടി തുടങ്ങിയാൽ അവൻ വർഗീയമാണ്, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വർഗീയവാദത്തെയും ഭീകരവാദത്തെയും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് ന്യൂനപക്ഷ ഭൂരിപക്ഷമായാലും. പക്ഷേ എന്നുവെച്ചാൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ നാമത്തെ പേരുള്ള ഒരാൾ ഒരു പാർട്ടി കൊടുക്കുമ്പോൾ അവരങ്ങോട്ട് ബാലൻ പറഞ്ഞ പോലെ, എൻ്റെ സഖാവ് ബാലൻ മുഹമ്മദ് ഷാഫിനെ കുറിച്ച് എന്നെക്കാൾ എത്രയോ അറിയാം ബാലൻ സഖാവായി നിങ്ങൾക്ക്. എന്നിട്ട് ആ ഷാഫിയുടെ പേരിൽ നിങ്ങൾ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചില്ലേ? വേണ്ട മോനെ ബാല സഖാവൻ. ഞാൻ ഷാഫിയുടെ ആളോ ഷാഫിക്ക് വേണ്ടി വാദിക്കുന്ന ആളോ അല്ല. പക്ഷേ കോൺഗ്രസ് ലീഗിൽ നിന്ന് ഒന്ന് സ്വതന്ത്രമായി ഈ കാന്തം ആകർഷിക്കുമ്പോൾ അത് വിട്ടുവരുമ്പോൾ വിടാൻ വേണ്ടി ഒരു മുസ്ലിം നേതാവിനെ ഇപ്പം നേതൃത്വം കൊടുക്കുന്നതാണ് ബുദ്ധിയെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ശാസ്ത്രീയമാണ്, സയൻസാണ്, ഫിലോസഫിയാണ്, മനഃശാസ്ത്രമാണ്. അത് മനസ്സിലാക്കി കോൺഗ്രസ് അറിയില്ല. ബാലനും അത് വേണ്ട. നിങ്ങളൊന്നും ഒരു ദളിത് നേതാവൊക്കെ ഇല്ലേ? കാരണം നിങ്ങൾക്ക് പാർട്ടി നശിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾക്ക് സ്ഥാനം മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, മറ്റു സെക്രട്ടറി ആകാൻ പറ്റില്ല, അതിൽ അങ്ങനെ ഉന്നത സ്ഥലത്ത് എത്താൻ പറ്റാത്ത പേരിൽ നിങ്ങൾക്ക് വാരായിക്കൊണ്ട് പാർട്ടിയോട്. അത് നിങ്ങളെപ്പോലെ പല നേതാക്കളും കൂടെ അങ്ങനെയുള്ള ആലപ്പുഴ സദാ ഇയാളൊക്കെ പുറത്തു പോകുന്നത്. അങ്ങനെയുള്ള ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ട് പിണറായിക്കെതിരെ എന്നല്ലാതെ നിങ്ങൾ പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരമൊന്നും കാര്യമായിട്ടില്ല. അത് തന്നെയല്ല, അതിനേക്കാൾ മാത്രം ഒരു UDF തരംഗം ഉണ്ടായിട്ടില്ല. ഒരു തരംഗം ഉണ്ടാക്കി പറ്റിയ ഒറ്റൊരു നേതാവ് ഇന്ന് കേരളത്തിലില്ല. എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ പറ്റിയിട്ട് അത് ഷാഫി പറമ്പിൽ മാത്രമാണ്. ഷാഫി പറമ്പിൽ പക്ഷേ മുസ്ലിം അനുകൂലിയാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. ആ പുള്ളിക്കൊരു ചാൻസ് കൊടുത്തത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പിടുത്തം പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. പിന്നെ ആൾ പറഞ്ഞു PM സുധീരൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ സുധീരന് ഇപ്പോൾ ഒന്നുമില്ലാത്ത കാരണം 80% ഈഴവയസ്സ് LDF പോയപ്പോൾ പിന്നെ സുധീർ കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടും ലീഗിൻ്റെ അത് സമ്മർദ്ദം മാറാൻ പറ്റില്ല. ലീഗിൻ്റെ സമ്മർദ്ദം മാത്രമെങ്കിൽ ഞാൻ പറയുന്നത് ലീഗിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ദേഷ്യമായിട്ടല്ല. ലീഗിൻ്റെ ഈ അപ്രമാദിത്യം കാരണം കോൺഗ്രസിന് ക്ഷീണം പറ്റിയാൽ നിങ്ങൾക്കും പറ്റും. അതേ മനസ്സിലെ കാര്യം പറഞ്ഞു. ഒരു കാര്യം പറയും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളെ മണ്ഡ ശിരോമണികളെ ഞാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം പറ്റില്ല. കേരളത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു മുസ്ലിം നേതാവിനെ മുന്നിൽ നിർത്തണം. എങ്കിലേ ലീഗിൻ്റെ പിടുത്തം വിടുള്ളൂ. ദേശീയ ലെവലിൽ BJP താഴെ നിൽക്കണമെങ്കിൽ BJP വെച്ചാൽ എല്ലാവരും നിങ്ങളുടെ മുന്നണിയിൽ ചേർക്കണം എന്നുള്ള പ്രഖ്യാപനം നടത്താം പരസ്യമായി. അപ്പോൾ നിങ്ങൾക്ക് ആരും ചേർക്കാം. ഈ രണ്ട് കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ഒരു രക്ഷയില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.